ഞങ്ങൾ ഓരോ മൂന്ന് തറവാട്ടേരുണ്ട്. ആ മൂന്ന് തറവാട്ടേരും ഈ കൊട അമ്പലത്തിലെത്തിക്കണം. ഞങ്ങളുടെ ഒരു വഴിപാട് കൂടിയായിരുന്നു ഇത്. ഈ കൊട അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ചായക്കും. ആ കൊട ചായച്ചിട്ട് അതിന് ഊരാളന്മാർ അതിൻ്റേതായിട്ടുള്ള ആൾക്കാർ ഇത് ഈ കൊട പിന്നെ അവർ കൊണ്ടുപോകും. ഞങ്ങളിത് ചായച്ച് കൊണ്ട് ഓരോ കൊല്ലത്ത് ഓരോ ഞങ്ങളെല്ലാ കൊല്ലം ഇതിൻ്റെ മുന്നപ്പോൾ ഇത് വലിയ വേല എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ കതിർവേല, അതിൻ്റെ മുന്നത്തെ വേല ധനുമാസം ധനു 10 മണ്ഡലം 41 കഴിഞ്ഞില്ലെങ്കിൽ ആദ്യക്ക് വരുന്ന ശനിയാഴ്ച ബുധനാഴ്ച ആണ് കതിർവേല. അപ്പോൾ അന്ന് ഞങ്ങൾ ഇതേപോലെ പരിപാടി കൊണ്ടുപോയിട്ടുണ്ട്. കോതച്ചിറ കൂരിപ്പറമ്പിൽ എന്നാണ് വീട്ടും പേര്. ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്ത് നടന്നിട്ടുണ്ടായുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ഈ ഞങ്ങളുടെ ഒരു ചടങ്ങ് എന്ന് വെച്ചാൽ അവിടെ കൊട്ടിപ്പൊലിക്കുക എന്ന് പറയും. ആ തറയുടെ അവിടെ ഒരു കൊട്ടിപ്പൊലിച്ചതിന് ശേഷം പിന്നെ ഈ ഭഗവതി പിന്നെ ഈ മുറ്റത്തിരിക്കുന്ന എല്ലാ ഉപദേവകളുടെ അടുത്തും ഓരോ കർമ്മങ്ങൾ ചെയ്യാത്ത സ്ഥലത്ത് കെട്ടിയാടും. ഇവിടെയൊക്കെ ഇന്നലെ കെട്ടിയാടിയതാണ്. ഇന്നലെ രാത്രി ഫുള്ളായിട്ട് നേരം മുളക്കണവർക്കും തന്നെ പരിപാടി. ഇത് ഇന്ന് ഇവിടെ ഇല്ല, എന്നൊക്കെ ആ തറയുടെ അവിടെയാണ്. പിന്നെ ഇത് ചെറുനീലി മറ്റൊടുത്ത് കരിങ്കുട്ടി, ആ മുറ്റത്ത് കരിങ്കുട്ടി ചൊവ്വ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുലർച്ചാവും സൂര്യൻ ഉദിക്കണ നേരത്താണ് ഇവിടെ ഭഗവതിക്ക് മുടിയെടുക്കല്. അപ്പോൾ ഇന്നലത്തെ ചടങ്ങ് ഇന്ന് നേരം വിളിച്ചാകുമ്പോഴാണ് അവസാനിക്കണം. ഇനി ഉച്ചയ്ക്ക് പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ അതിലൊരു റെസ്റ്റാണ് നമ്മുടെ നാട്ടു നടപ്പ് പ്രകാരം എല്ലാ വീടുകളിലും കയറിയിട്ട് ഇറങ്ങുന്നത് പറ. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് ഇനി കാവിലേക്ക് പുറപ്പെടുകയാണ് ഞങ്ങൾ. അപ്പോൾ പോയി വന്ന് ഒരു 7 മണിയോട് കൂടെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ താലത്തിന് പുറപ്പെടുകയായി. താലം അത് ഇവിടെ അടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് താലം പുറപ്പെട്ട് ഇവിടെ ഒരു ഏകദേശം 1 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ആ തറയുടെ അവിടെ വിളക്കാട്ടം പന്തലാട്ടം എന്നൊക്കെയാണ് അതിന് പറയുക. വിളക്കാട്ടം പന്തലാട്ടം ദാരുനും കളി അത് കഴിച്ചിട്ട് പിന്നെ അവസാനിക്കണം. പിന്നെ ഇന്നത്തെ നേരം വിളിച്ചപ്പോഴേക്കും നാളത്തെ കഴിഞ്ഞു. പിന്നെ നാളത്തെ ശരിക്കും ഭഗവതിക്ക് മുടി എടുക്കുകയാണ് പറയാം. 2 ഭൂതൻ കെട്ടി പിന്നെ വെളിച്ചപ്പാടും കെട്ടിയിട്ട് ഇവിടുന്ന് അവിടെ 10-10:30 കൂട്ട് അതിൻ്റെ മുന്നൊക്കെ തുടങ്ങിയിട്ട് ആ ഉച്ചയുടെ മുന്നേ അവസാനിക്കും. പിന്നെ നാളെ ഉച്ചയുടെ മുന്നേ 3 ദിവസത്തെ പരിപാടി. എന്നിട്ട് ഗുരുദ്വാരത്തോടു കൂട്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ വൈകിട്ടുള്ള നേരം കൊണ്ട് ഇവിടെ കൊട്ടി പാടൽ, മുടിയാട്ടം, ഇതൊക്കെ നാളെ രാത്രിയും ഇതന്നെ 3 ദിവസം.